എല്ലാവർക്കും നമസ്കാരം. ശിഖർമിയം വാസ്തു വിദ്യാറിവുകളിലേക്ക് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വാസ്തു അറിവ് ഈശാന കോണിനെ കുറിച്ചാണ്. എന്താണ് ഈശാനകോൺ? ഈശാനകോണിൻ്റെ പ്രാധാന്യം വാസ്തുമണ്ഡലത്തിൽ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വിഷയം. ഈശാനകോണിൽ എന്തെല്ലാം നിർമ്മിതികളാവാം, ഈശാനകോൺ എന്ന് പറഞ്ഞാൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സാമാന്യമായ വിവരങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. അതായത് വടക്ക് കിഴക്ക് മൂലയാണ് ഈശാനകോൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പുരയിടത്തിൻ്റെ വടക്കും കിഴക്കും കൂടിച്ചേരുന്ന കോണിനെയാണ് ഈശാനകോൺ എന്ന് പറയുന്നത്. ഈശാനകോൺ ഭൂമിയെ ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് പുരയിടത്തിൻ്റെ ഈശാനകോൺ താഴ്ന്നു കിടക്കുന്നത് ഉത്തമ ഭൂമി ലക്ഷണമായിട്ട് വാസ്തുഗ്രന്ഥങ്ങളിൽ പറയുന്നു. അതുപോലെ തന്നെ ഈശാനകോണിൽ എന്തെല്ലാം നിർമ്മിതികളാവാം. ഇപ്പോൾ നമ്മൾ ഗ്രഹം പണിതു, അപ്പോൾ ആ ഗ്രഹത്തിൽ അല്ലെങ്കിൽ അതിന് പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഈശാനകോണിൽ കേരളത്തിൽ സാമാന്യമായിട്ട് അവിടെ അടുക്കള പണിയുന്നൊരു കാര്യം പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ശരിക്കും ഈശാനകോണിലുള്ള അല്ല അടുക്കള പണിയേണ്ടത് പർജന്യപഥത്തിലാണ്. അപ്പോൾ ഈശാന പദം കഴിഞ്ഞ് പർജന്യപഥത്തിലാണ് ശരിക്കും അടുക്കളയുടെ സ്ഥാനം വരുന്നത്. പക്ഷേ കേരളത്തിൽ പൊതുവെ ഈശാനകോണ് അടുക്കളയ്ക്ക് സ്ഥാനമായിട്ട് കരുതി പോരുന്നു. അതുപോലെ വാസ്തു ആചാര്യന്മാർ അത് ചെയ്തു പോരുന്നു. എങ്കിലും അടിസ്ഥാനപരമായിട്ട് വാസ്തുഗ്രന്ഥങ്ങളിൽ അവിടെ പൂജാമുറിക്കും അതുപോലെ തന്നെ ബെഡ്റൂമിനും സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വീടൊക്കെ പണിത് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ആ പുരയിടത്തിൻ്റെ ഈശാനകോണിൽ വേറെ വിറകുപുരയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ട് ഹൗസോ തുടങ്ങിയവ വാസ്തുവിന് വിരുദ്ധമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അത് ആ ഗ്രഹത്തിലേക്ക് വരുന്ന ഐശ്വര്യത്തില്ലായ്മ ചെയ്യുമെന്ന് വാസ്തുവാചാര്യന്മാർ പറയുന്നു. കാരണം വാസ്തുമണ്ഡലത്തിൽ ഈശാനകോണിൽ നിന്നാണ് പോസിറ്റീവ് എനർജി, അതായത് അനുകൂലമായിട്ടുള്ള എനർജി വരുന്നത്, പ്രസരിക്കുന്നത്, നമ്മളെ ഗ്രഹത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. അപ്പം അതിന് വിപരീതമായിട്ട് പ്രതികൂലമായിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മിതികളോ മറ്റോ നിർമ്മിക്കുകയാണെങ്കിൽ ഈശാനകോണിലെ ആ പോസിറ്റീവ് എനർജി വരുന്നതിനെ പ്രതികൂലമായി ബാധിക്കുകയും ആ ഗ്രഹത്തിലെ പല താളപ്പിഴകൾക്കും കാരണമാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു. കുറേയൊക്കെ അത് വാസ്തവം തന്നെയാണ്. പല ഗ്രഹങ്ങളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കിണറിൻ്റെ സ്ഥാനം അവിടെ മീനം രാശിയാണ് വരിക. അപ്പോൾ മീനം രാശി നോക്കുന്ന സമയത്ത് ഈശാനകോണിൻ്റെ കർണസൂത്രം ഒഴിവാക്കിയിട്ട് നമുക്ക് മീനം രാശി കണക്കാക്കി അവിടെ കിണർ കുഴിക്കാം. ബാക്കി മറ്റുള്ള നിർമ്മിതികൾ ഗ്രഹത്തിന് പ്രതികൂലമായി ബാധിക്കാവുന്ന നിർമ്മിതികൾ അവിടെ പാടില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഈശാനകോൺ താഴ്ന്ന് കിടക്കണമെന്ന്. മറ്റുള്ള കോണുകളെക്കാളും ഏറ്റവും താഴ്ന്നു കിടക്കേണ്ട ഒരു വശമാണ് അല്ലെങ്കിൽ കോണാണ് ഈശാനകോൺ. ഈശാനകോണിൽ ഗ്രഹത്തിലാണെങ്കിൽ ഈശാനകോൺ ഭാഗത്ത് ബാത്റൂം ടോയ്ലറ്റ് വരാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. കിണറാണെങ്കിൽ ഉത്തമമായിട്ട് അതിൻ്റെ ചുറ്റുപാടും വളരെ ഉത്തമമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. ഇതാണ്. അതുപോലെ തന്നെ ഗ്രഹം പണിയുന്ന സമയത്ത് നമ്മൾ ഈശാനകോണിനോട് ചേർന്ന് ഗ്രഹം പണിയുന്ന വീട്ടിലെ അന്തേവാസികൾക്ക് സർവ്വൈശ്വര്യം സമ്പൽ സമൃദ്ധിയൊക്കെ ഫലമെന്ന് മനുഷ്യാലയ ചന്ദ്രികയിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഈശാനകോണിനെ കുറിച്ചുള്ള സാമാന്യമായ അറിവുകൾ. വളരെ വിശദമായ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള അറിവുകൾ ഓരോ ഭൂമിയെ സംബന്ധിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. അത് ഓരോ ഭൂമിയെ സംബന്ധിച്ചിട്ടാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വിഷയവുമായിട്ട് വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും വാസ്തുവായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ പ്ലാനുകൾ തയ്യാറാക്കുന്ന സമയത്ത് അത് എഞ്ചിനീയറിംഗ് പ്ലാൻ വാസ്തു പ്ലാനിലേക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ ചില കണക്കുകൾ കൃത്യമാക്കാനും അതിൻ്റെ രാശിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനും ഗണ്ഡവും തയ്യാറാക്കാനൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കാം. വേണ്ട വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.